ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴമതിൽ എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴമതിൽ വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്നുള്ളു പകരം നൽകാം. വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്നുള്ളു പകരം നൽകാം. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. ഓരോ നാളിലും പിരിയാനന്ദത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാനന്ദത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. തള്ളയും സ്നേഹിതർ തള്ളിയിടിലും ജീവൻ നൽകിയ സ്നേഹിച്ചോർ വെറുത്തിടിലും. തള്ളയും സ്നേഹിതർ തള്ളിയിടിലും ജീവൻ നൽകിയ സ്നേഹിച്ചോർ വെറുത്തിടിലും. നീ എന്നേതെന്നു ചൊല്ലി വിളിച്ചു ഞാനോ മനപ്പേ. നീ എന്നേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മനപ്പേ. വളർത്തി എന്നോളമാക്കി തിരുനാമമഹത്വം
ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1:18 വാക്യം. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്നു പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി. ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ജീവവചനത്തിൻ്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വാട്ടം മാറ്റുന്ന ഉപവാസം, ഈ വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, വാടിയ മുഖത്തോടെയുള്ള പ്രാർത്ഥനയും ഉപവാസവും ഒന്നും ദൈവം ഭക്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നേയില്ല. കഷ്ടതയും കണ്ണുനീരും ദുഃഖവും ഒക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വെച്ച് പലപ്പോഴും അനുഭവമാകേണ്ടി വരുമെങ്കിലും അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് ദൈവത്തിന് സഹിക്കാവതല്ല. ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ദൈവ മക്കളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ മുഖത്ത് വേദനയോ ദുഃഖമോ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് അന്യർ കാണേണ്ടതിന് വേണ്ടി ആകരുത് എന്നുള്ള ഒരു കർത്തൃ ഉപദേശം നാം മറക്കരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് എന്നുള്ള ഒരു കർത്തൃ ഉപദേശമാണ് കർത്താവ് വ്യക്തമായി ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് നൽകി തരുന്നത്. ഒരു ദൈവ പൈതലിൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവം പ്രസാദിക്കുകയും തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് തിരുവചനത്തിലെ പലരുടെയും ഉപവാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവഹിത പ്രകാരമുള്ള ഒരു ഉപവാസം ദൈവത്തിൻ്റെ കരത്തെ, ദൈവത്തിൻ്റെ ഇരിപ്പിടത്തെയൊക്കെ ചലിപ്പിക്കും. ദൈവഹിതപ്രകാരമുള്ള ഉപവാസം അത് ശക്തമാണ്. അത് ദൈവകരത്തെ ചലിപ്പിക്കുവാൻ പോകുന്ന ഉപവാസമായിരിക്കും. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ മറുപടിയും ഇടപെടലും തനിക്കുണ്ടാകണം എന്നുള്ളതാണ്. ഉപവസിക്കുന്ന ദൈവമക്കളുടെ തങ്ങളെ തന്നെ ദൈവേഷ്ടത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മുഖം വാടുവാൻ പിതാവാം ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുടെ ജീവിതത്തിലെ വാട്ടവും പോരായ്മകളും മാറ്റേണ്ടതും സർവശക്തന്റെ ഉത്തരവാദിത്വവുമാണ്. ഈ കാര്യം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവജനം ഇങ്ങനെ പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്നു, പ്രതികാരം യഹോവയ്ക്കുള്ളതല്ലോ. എന്നിപ്രകാരമുള്ള കാര്യങ്ങളും ദൈവജനത്തിൻ്റെ മേലുള്ള ശത്രുവിൻ്റെ പല വിധമായുള്ള പദ്ധതികളോടുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനയിലും ദാവീദിന്റെ പ്രാർത്ഥനയിലും ദൈവകരങ്ങളുടെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. എസ്തേറിന്റെയും മൊർദെഖായിയുടെയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ വിശുദ്ധ പ്രതികാരം ഉണർത്തപ്പെട്ടത് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ദൈവിക താല്പര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവഹിതത്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഉപദ്രവിച്ചവരോടോ ശത്രുവിൻ്റെ പരിഹാസ പോർവിളിയോടോ പ്രതികാര ചിന്തയില്ലാതെ ശരിയായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ അത് ദൈവത്തിൻ്റെ പ്രതികാരത്തിനായി ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനുള്ള അവസരം നാം ഒരുക്കുന്ന അനുഭവങ്ങളായി തീരുവാനും ഇടയാണ്. ശരിയായ ഉപവാസം ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒരു വിശുദ്ധ പ്രതികാരമായി കാണാം. പൈശാചിക പ്രവൃത്തിയിലേക്കും പാപത്തിൻ്റെ ഉത്തരങ്ങളിലേക്കും ഒരു ദൈവപൈതലിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ജഡത്തോടും അതിൻ്റെ ആഗ്രഹങ്ങളോടുമുള്ള വിശുദ്ധ പ്രതികാരമായിരിക്കും അത്തരം ഉപവാസ പ്രാർത്ഥനകൾ. ജഡത്തെ പരിപോഷിപ്പിക്കുന്ന, ജഡത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണങ്ങളും വികാരങ്ങൾ ഇളക്കി വിടുന്ന പാനീയങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ വെടിഞ്ഞ് ഉറച്ച തീരുമാനത്തോടെ ദൈവപാദപീഠത്തിങ്കൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ മക്കളുടെ വിഷയങ്ങളിൽ ശത്രു പോർവിളികളിൽ ഒക്കെ പ്രതികരിക്കാതിരിക്കാനാവില്ല. ഉപവസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലെ അവരുടെ മുഖത്തെ അപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് ദൈവഹിതപ്രകാരം ഉപവസിക്കുന്ന ദൈവമക്കളുടെ മുഖത്തെ
വാട്ടം മാറ്റുവാൻ തക്കവണ്ണം അവരുടെ മേൽ ദൈവം തൻ്റെ ദൃഷ്ടി പതിപ്പിക്കും. ദൃഷ്ടി വെച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക്, ഉപവസിക്കുന്നവർക്ക് ആലോചന പകർന്നു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവഹിതത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മുഖത്തെ വാട്ടം മാറ്റുവാൻ തക്കവണ്ണം അവരുടെ മേൽ ദൈവം തൻ്റെ ദൃഷ്ടി പതിപ്പിക്കും എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. നാം വായിച്ച കുറുവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. ദൈവിക സമാധാനം തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും തന്നിൽ വ്യാപരിച്ചു എന്ന് കണ്ടപ്പോൾ താൻ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് പോയി എന്ന് ആ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവളുടെ ജീവിതം, അവളുടെ മുഖം പിന്നെ വാടിയിരുന്നില്ല. തിരുവചനം അത് വ്യക്തമാക്കുന്നു. പ്രിയരെ, ദൈവത്തോടു കൂടെയുള്ള സഹവാസമാണ് ഉപവാസമെന്നത്. ഭക്തന്റെ ഉപവാസം ദൈവത്തിന് പ്രസാദകരമായി മാറുകയും ദൈവ തേജസ് അവരുടെ മേൽ ദൈവം പകരുവാൻ ഇടയാക്കുകയും ചെയ്യും. ഹന്നയുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മറുപടി ലഭിച്ചതിൽ അവളുടെ മുഖം തെളിഞ്ഞു. അതാണ് അവൾ ഇപ്രകാരം പ്രസ്താവിച്ചത്: അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. ദൈവിക സമാധാനമാണ് തന്നിൽ ആ ഉപവാസത്തിൽ നിറഞ്ഞത്. ദൈവം തനിക്ക് ആലോചന കൊടുത്തു. ദൈവം തനിക്ക് ആ ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കൊടുത്തു. അതുകൊണ്ട് അവളുടെ മുഖം സന്തോഷിക്കുവാൻ ഇടയായിത്തീർന്നു. ഹന്നയുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മറുപടി ലഭിച്ചതിൽ അവളുടെ മുഖം തെളിയുകയാണ് ചെയ്തത്. പിന്നെ ഒരു വാട്ടം ഉണ്ടായില്ല. പിന്നെ അവളുടെ ജീവിതം പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു. സന്തോഷത്തോടെ ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ പ്രിയരെ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരണം. ഏവരുടെയും ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇപ്രകാരം നിങ്ങൾ ദൈവഹിതപ്രകാരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ മുഖം വാടിയത് കാണിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിൻ്റെ വെളിച്ചത്തിൽ കൂടപ്പുറമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളോ ഭീഷണികളോ പ്രശ്നങ്ങളോ ഞെരുക്കങ്ങളോ ഉപദ്രവങ്ങളോ രോഗങ്ങളോ കെടുതികളോ എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതലും അനുഗ്രഹവും ലഭിക്കുവാൻ ഇടയാകട്ടെ. തെളിഞ്ഞ മുഖത്തോടെ സമാധാനത്തോടെയുള്ള സ്വസ്ഥതയോടെയുള്ള ജീവിതം നയിക്കുവാൻ അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം പ്രിയരെ നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പച്ചന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെട്ടവരായി വിടുവിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ഇടയാകണം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവഹിതം അന്വേഷിച്ചും ദൈവാലോചന പ്രാപിച്ചും സന്തോഷത്തോടുകൂടി ഒരു ജീവിതം, തെളിഞ്ഞ മുഖത്തോടുകൂടി ഒരു ജീവിതം നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് മാനിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിന് അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ പ്രാണപ്രിയൻ തന്റെ ചങ്കിലേറ്റോ